യങ് ജനറേഷനിലുള്ളവരോടും അതുപോലെ തന്നെ സീനിയേഴ്സായിട്ടും പിന്നെ അച്ഛനായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡയറക്ടേഴ്സ് മാറുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ്? എല്ലാവരും ഫ്രണ്ട്സാണ്. വാപ്പ ഒഴിച്ച് വാപ്പ ഫ്രണ്ടാണ്, പക്ഷേ ഭയങ്കര റിസർവ്. എങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു സെറ്റിൽ അന്നത്തെ പടം? ഹീസ് ചിൽഡ് ഔട്ട്, ഭയങ്കര കൂളാണ്. അദ്ദേഹമായിട്ട് വർക്ക് ചെയ്ത ആക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, ഹീസ് ലൈക്ക് ചിൽഡ് ഔട്ട്. എൻ്റെ പ്രോബ്ലമാണ്, ഞാൻ ഭയങ്കര റിസർവ്. ഞാൻ ബോർഡിംഗ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്, സോ വി ഹാർഡ്ലി ഗോട്ട് ടൈം ടുഗെദർ. അപ്പോൾ അതിൻ്റെ റിസർവേഷൻ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു, അതിങ്ങനെ ബ്രേക്ക് ചെയ്ത് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്രണ്ട്സ് അല്ലാത്തത് കൊണ്ടാണോ അന്നത്തെ സിനിമ അത്രയ്ക്ക് അത് ഡെഫിനറ്റ്ലി എൻ്റെ 100% ബ്ലെയിം എൻ്റെതാണ്. ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻസും ഞാൻ ആ പടത്തിന് വേണ്ടി എടുത്തിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഒരു ആക്ടർ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറയണം, അല്ലെങ്കിൽ എല്ലാം അറിയാമെന്ന് പറയണം. ഇത് രണ്ടും എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം ഒരു കോൺക്രീറ്റ് ഡിസിഷനോ ഒരു കോൺക്രീറ്റ് പ്ലാറ്റ്ഫോമോ എനിക്ക് ആ സിനിമയിൽ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ആ പടം ഫ്ലോപ്പ് ആയത്. ഒരു പക്ഷേ ആ പടം ഞാൻ വീണ്ടും ചെയ്തേക്കും. ഇന്നത്തെ എൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ ഞാൻ ആ സിനിമ ഒന്നും കൂടെ ചെയ്തേക്കും. തിരിച്ച് വരവ്, അതായത് ഇപ്പോൾ ഒരു ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വരാൻ നേരത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു? എന്തെങ്കിലും തരത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നീ ഒന്നും സംഭവിക്കില്ലെന്ന് അറിയാം. അതിനേക്കാളും ഫ്ലോപ്പ് ആവില്ല എന്നൊക്കെ അറിയാമായിരുന്നു. നമ്മുടെ മലയാളികളുടെ പൊതുവെ ഉള്ളൊരു നായക സങ്കല്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇപ്പോൾ നരസിംഹം ഇതൊക്കെ ആണെങ്കിലും മറ്റേ മീശ പിരിച്ചിട്ടുള്ള നടൻ. പിന്നെ അതുപോലെ ഞാൻ ശരിക്കും ഈ അടുത്ത് ഫേസ്ബുക്കിൽ വായിച്ചൊരു ഇതാണ്, പൂട്ടിപ്പോകുന്ന കമ്പനികളിലെ ഫഹദിൻ്റെ കുറച്ച് പടം കൂടെ ക്ലിക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോകുന്ന ഒരു ഇപ്പോൾ ഹെയർ ഫിക്സിങ്ങിൻ്റെ ആയാലും അല്ലെങ്കിൽ ഹെയർ ഓയിൽ ആണെങ്കിലും അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു. എനിക്കിനിപ്പോൾ യൂസ് ചെയ്യാനും പറ്റില്ല. അല്ല, ഒരുപക്ഷെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് പുതിയൊരു ലുക്കിൽ വേണമെങ്കിൽ വരാം. ഇല്ല, ഞാൻ കാണുന്നത് എന്നെപ്പോലുള്ള ആൾക്കാർ കാണില്ലേ, മുടി കുറഞ്ഞ് ഇങ്ങനെ സ്ലിമ്മായിട്ട് ബോഡി ഉള്ള, കുറച്ച് വെളുത്തിട്ട് കുറച്ച് ഹാബി ആയിട്ട് ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർ കാണില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ചിലപ്പോൾ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവരായിരിക്കും എന്നെ ഇഷ്ടപ്പെടുന്നത്. എല്ലാത്തിനും കൂടെ സ്പേസ് ഉണ്ട്, മീശ പിരിക്കാനും സ്പേസ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ഈ ഫ്രണ്ട്സ് വിളിച്ചാൽ ചെയ്യൂ? മീശയൊക്കെ പിരിച്ചിട്ട് എന്നെ മീശ പിരിയത്തില്ല, ഇങ്ങോട്ടാ ഗ്രോത്ത്, താഴോട്ടാ ഗ്രോത്ത്. ഞാൻ പിരിഞ്ഞാൽ അത് ചെയ്യാം, പക്ഷെ പിരിയോന്ന് എനിക്കറിയില്ല. അല്ല, 50 പേരെയൊക്കെ ഇടിച്ചിട്ട് നടന്നൊക്കെ പോകും? ഒരു 30 പേരെയൊക്കെ നോക്കാം, 50ഒക്കെ ഒരടിക്ക്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയുള്ള ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ഒരു ഫിലിമിൻ്റെ പ്രൊമോഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ആക്റ്റീവ് ആണോ? ഞാൻ ട്വിറ്ററിൽ ആക്റ്റീവാണ്. ഫേസ്ബുക്കിൽ എൻ്റെ ബേസിക്കലി യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഫോർ ഫാമിലി. പക്ഷേ ട്വിറ്ററിൽ ഞാൻ വെരി ആക്റ്റീവ്. എനിക്കത് വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ചില സിനിമകൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ആക്ടേഴ്സിൽ നിന്നൊരു ജസ്റ്റിഫിക്കേഷൻ ഡെഫിനറ്റ്ലി ചില സമയങ്ങളിൽ വേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇയാൾ അങ്ങനെ റോൾ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിനിമ ചെയ്തത്, അതിനൊക്കെ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. US-ലും ഇഫ് യു ട്രാവൽ ടു ഫോറിൻ കൺട്രീസ്, നമ്മൾ ചുമരുകളിലൊന്നും പോസ്റ്റേഴ്സ് ഒന്നും കാണില്ല. ഫിലിംസ് ആർ ഹൈലി മാർക്കറ്റഡ് ഇൻ ഇന്റർനെറ്റ്. റോഡുകളിൽ പോസ്റ്റേഴ്സോ ഹോർഡിങ്സോ ഒന്നും കാണില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഇഷ്ടം. ഇവിടെയുള്ള നമ്മുടെ റോഡും കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും, സറൗണ്ടിങ്സും വൃത്തിയായിട്ടിരിക്കും. എനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇന്റർനെറ്റിലൂടെ പടങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്കൊന്നും മലയാളികൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇപ്പം നെറ്റിൽ യൂസ് ചെയ്യുന്നത് ഒരു ജനറേഷൻ മാത്രമല്ലേ ഉള്ളൂ. അല്ല, ഒരു വീട്ടിൽ ഒരാൾ അറിഞ്ഞാൽ മതിയല്ലോ, പറഞ്ഞു കൊടുത്തോളൂല്ലോ. ഫഹദ് എന്നുള്ളൊരു ആക്ടറിനെ ഒരു ഫിലിമും പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇല്ല, ഞാൻ ആരോട് സംസാരിക്കില്ല. ഇല്ല, അതൊക്കെ വേണമായിരിക്കാം. എനിക്കെന്തോ എനിക്ക് ആ പ്രൈവസിയാണ് കുറെ കൂടെ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു എൻ്റെ ഒരു ചെറിയ സ്പേസും പ്രൈവസിയും. അത് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് അപ്പ് ഓൺ ദാറ്റ്.